പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഗുഡ് മോർണിംഗ് എൻ്റെ പ്രിയപ്പെട്ടവരെ. വീണ്ടും കർത്താവ് നമുക്കൊരു ദിവസം തന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്നത്തെ പ്രത്യക്ഷ പ്രാർത്ഥനയിക്കൊണ്ട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. നവംബർ 30 ശനിയാഴ്ചയാണ്. ഈ മാസത്തിന്റെ അവസാനമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നവംബർ മാസം കർത്താവ് 30 ദിവസം നമ്മൾ പൂർത്തീകരിച്ച് ഒക്ടോബർ മാസത്തിലാണ് അമ്മ ഈ സന്ദേശം തന്നതെങ്കിലും ഇപ്പോഴ് 1 മാസം നമ്മൾ പൂർത്തീകരിക്കുകയാണ് നവംബറിൽ. അപ്പോൾ ഈ മാസം മുഴുവൻ ദൈവം നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ നന്ദി പറയുന്നു. പിന്നെ ഇന്ന് ശനിയാഴ്ചയാണ്, അമ്മയുടെ പ്രത്യേക ദിവസമാണ്. ഈ അമ്മയുടെ പ്രത്യേക ദിവസമുണ്ടല്ലോ, പണ്ട് ആൾക്കാർ ശനിയാഴ്ച മാതാവിൻ്റെ ദിവസം ആയതുകൊണ്ട് തന്നെ അതിനു വേണ്ടി പ്രത്യേകം പോയി കുർബാന കൂടുകയും കുർബാന സ്വീകരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇന്നും ചെയ്യുന്നില്ലെന്നല്ല, കുറച്ച് അപ്പോൾ ശനിയാഴ്ച എന്ന് പറഞ്ഞ ഒരു ആൾക്കാർ ഞായറാഴ്ച പോലെ അമ്മയുടെ ദിവസം ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട്. അന്ന് ധർമ്മക്കാരെ കാണുകയും അവർക്ക് വേണ്ടത് നൽകുകയും ചെയ്യുന്നവരുണ്ട്. മാതാവിൻ്റെ രൂപം പ്രത്യേകമായി തുടച്ച് വൃത്തിയാക്കി പൂവൊക്കെ വെച്ച് അമ്മയെ വണങ്ങുന്ന ദിവസം കൂടിയാണ്. പിന്നെ ജവമാർ കൂടുതൽ ചെല്ലും. അങ്ങനെ മാതാവിൻ്റെ ആൾക്കാരും മാതാവിൻ്റെ ആധ്യാത്മിക പേറുന്നവരാണ്. മാതാവിൻ്റെ ആധ്യാത്മികകൾ വലിയ ആധ്യാത്മികതൊന്നും ഇല്ല. കാര്യം നമുക്ക് മനുഷ്യന്മാർക്ക് ഏറ്റവും നല്ലത് ഈസി വചനത്തെ ആദ്യം സ്വീകരിച്ച അമ്മയുടെ ആധ്യാത്മികത തന്നെയാണ്. ഓക്കെ, ലെറ്റ്സ് കം ടു പ്രേയർ. കർത്താവെ, ഞങ്ങൾ നിന്റെ നാമത്തിന് ആരാധിക്കുകയും സ്തുതിക്കുകയും നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഈ ശനിയാഴ്ച അങ്ങയുടെ മക്കളെ ശിരസ് നമിച്ച് നിൻ്റെ ആശീർവാദത്തിന് നിൽക്കുമ്പോൾ അമ്മേ,
അമ്മയാണ് ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥനയുള്ളത്. അമ്മയാണ് ഒരു കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ട് അവിടെ വീഞ്ഞ് തികയാതെ വന്ന കാര്യം, അവിടുത്തെ ഇല്ലായ്മ, തികയാത്ത അവസ്ഥകൾ കണ്ട് മനസ്സിലാക്കി ആ വീട്ടുകാരൻ പോലും പറയാതെ സ്വന്തമായിട്ട് ആ വിഷയം ഏറ്റെടുത്തു. ശരിക്കും പറഞ്ഞാൽ മാതാവിൻ്റെ ഒത്തിരി പേരുകളിൽ ഒരു പേര് വേണ്ടതാണ് ഏറ്റെടുപ്പ് മാതാവെന്ന്. നമ്മൾ ഉടമ്പടി മാതാവെന്ന് പറയും, അപ്പോൾ നമുക്ക് മനസ്സിലാകും. പക്ഷെ മാതാവ് ചെയ്തത് എന്താണ്? ആ കുടുംബത്തിൻ്റെ ഭാരങ്ങൾ അവർ പോലും അറിയാതെ സ്വന്തമായിട്ട് ഏറ്റെടുത്തു. അതാണ് ഏറ്റെടുപ്പ് മാതാവെന്ന് പറയണത്. അതായത് ശനിയാഴ്ച നിൻ്റെ എല്ലാ വിഷയം, ഞങ്ങളൊക്കെ ശനിയാഴ്ച അല്ലെങ്കിൽ ഒക്ടോബർ മാസം അല്ലെങ്കിൽ മെയ് മാസമൊക്കെ വരാൻ കാത്തിരിക്കുക. എന്തിനാണെന്നറിയാവോ? അമ്മ ഫയൽ നോക്കണ മാസമാണത്. പ്രത്യേകിച്ച് എന്നുവെച്ചാൽ ഭയങ്കര പ്രസംഗങ്ങളുള്ള വിഷയങ്ങളെല്ലാം മഞ്ഞുപോലെ ഒരുക്കി കളയണ ദിവസമാണ്. അങ്ങനെ നമ്മൾ വിശ്വസിച്ചാണ്, അങ്ങനെയാണ് പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണെങ്കിൽ മരിയൻ എക്സ്പീരിയൻസ് നമുക്കുണ്ടാകും. അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും മാതാവിൻ്റെ മധ്യസ്ഥയിലേക്ക് ക്ഷണിക്കുകയാണ്. കാര്യം മാതാവ് നമ്മൾ ഈശോയുടെ അടുത്ത് കൊണ്ടുപോകും. ഈശോയിൽ ആദ്യം ജീവിച്ച ആൾ അമ്മയാണ്. വചനത്തിൽ ആദ്യം ജീവിച്ച ആൾ അമ്മയാണ്. അമ്മയേക്കാൾ വലിയൊരു ജീവിതവും വേറെ മധ്യസ്ഥനോ ഒന്നുമില്ല. കാര്യം പ്രധാന മധ്യസ്ഥ കൃപാസനം മാതാവിനെ വിളിക്കുന്നത്. അല്ല, ഏകമധ്യസ്ഥൻ ക്രിസ്തുവാണ്. പക്ഷെ പ്രധാന മധ്യസ്ഥൻ, കാര്യം എന്താ, മറ്റു പുണ്യാളന്മാരെ പോലെ ഒരു മധ്യസ്ഥ അല്ല അമ്മയെന്ന് എൻ്റെ അർത്ഥം. അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. അമ്മ പ്രധാന മധ്യസ്ഥയാണ്. അതാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. അതാണ് അമ്മയെ ജീവിതത്തിൻ്റെ പ്രധാന മധ്യസ്ഥയാക്കും. യേശുവിന് നമുക്ക് ഇടയ്ക്ക് നിൽക്കുന്നത് അമ്മയാണ്. അമ്മയേക്കാൾ വലിയ മധ്യസ്ഥമില്ല. ഞാൻ ശനിയാഴ്ച കൊണ്ടാണ് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങൾ ഒറ്റയ്ക്ക് പണിപ്പെടേണ്ട കാര്യമില്ല, ഒറ്റയ്ക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. അമ്മയാണ് ഞങ്ങളുടെ ഭാരങ്ങൾ കാനായിൽ വെച്ച് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞതും അമ്മയുടെ മധ്യസ്ഥമാണ് ഈശോ ഈ ഭൂമിയിൽ ആദ്യമായിട്ട് കേട്ട മധ്യസ്ഥം. ഈ ഭൂമിയിൽ ഈശോ ആദ്യമായിട്ട് കേട്ട മധ്യസ്ഥം അമ്മയുടേതാണെങ്കിൽ സ്വർഗം കേട്ട മധ്യസ്ഥം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ക്രിസ്തു വഴി ഈ പ്രാർത്ഥനകൾ ഞങ്ങൾ പരവിധാനം സമർപ്പിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു പ്രാർത്ഥന ഫോർമുല ഇല്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഈ കുടുംബങ്ങളെല്ലാം നൂറുകണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഇപ്പോഴും ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും അത് പങ്കെടുക്കുകയും ആ പങ്കെടുക്കുന്ന ഓരോ മക്കളും ആശ്രയം വെച്ചിരിക്കുന്ന ഓരോ മക്കളുടെ മേലും ദൈവത്തിൻ്റെ കരുണ, മനസ്സ്, ശരീരം, ആത്മാവ്, ജീവിതം എല്ലാ മണ്ഡലങ്ങളിലും യാത്ര, അതുപോലെ തന്നെ ചർച്ചകൾ, മീറ്റിങ്ങുകൾ, യോഗങ്ങൾ, സമ്മേളനങ്ങൾ, എവിടെയെല്ലാം അങ്ങനെ മക്കൾ പോകുന്നു അവിടെയെല്ലാം അവിടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകാനും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, വിനിമയങ്ങൾ, വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, അതിനുവേണ്ടിയുള്ള നീക്കുപോക്കുകൾ, ചർച്ചകൾ, യാത്രകൾ, സംരംഭങ്ങൾ, കയ്യൊപ്പുകൾ, ഒപ്പിടേണ്ട അവസ്ഥകൾ, രജിസ്റ്റർ ചെയ്യേണ്ട അവസ്ഥകൾ, എന്തെല്ലാം വിഷയങ്ങൾ, വേറെവർ യു ഗോ, നീ പോകുന്ന ഇടത്തെല്ലാം ഞാൻ നിന്റെ ഉണ്ടായിരിക്കും എന്നളിച്ച് ദൈവത്തിൻ്റെ ചൈതന്യവും ശക്തിയും ഇന്ന് മുഴുവനും കർത്താവിൻ്റെ ചൈതന്യമായി നിങ്ങളിലെ രാത്രി വിശ്രമിക്കാനെത്തുന്നവരെയുള്ള എല്ലാ ഭൗതിക ദൈവിക സംരംഭങ്ങളെല്ലാം കർത്താവിൻ്റെ വെളിച്ചം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാരങ്ങളും ക്ലേശങ്ങളും യേശു ക്രിസ്തു നീങ്ങിപ്പോട്ട് കൽപ്പിക്കുന്നു. ലോർഡ് ആൻഡ് പീസ്, സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം, ഇന്ന് സന്ദേശം നവംബർ 30 ശനിയാഴ്ച, ലുക്കായുടെ സുവിശേഷം 2:20. തങ്ങളോട് പറയപ്പെട്ടതുപോലെ. ഇത് ആർട്ടിഡേമായിട്ട് സംഭവം കേട്ടോ. അതായത് നമ്മൾ നത്താൾ പെരുന്നാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഡിസംബർ 1 അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളൊരു ഡിസംബർ ക്രിസ്മസ് മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതാണ് തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത ആട്ടിടയന്മാർ വന്ന് പുൽത്തൊട്ടിയിൽ കണ്ട് ഈശോനെ അമ്മയും കണ്ടതാണ് വിഷയം. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. ആട്ടിടയന്മാർ തിരിച്ചുപോയ കാര്യമാണ്. പക്ഷെ എങ്ങനെയാണ്? തങ്ങളോട് പറയപ്പെട്ടതുപോലെ സകല കാര്യങ്ങൾ തങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും. അപ്പോൾ ഇതിനകത്ത് എന്ത് സംഭവം എന്നറിയാമോ? ഞാൻ ഈ വചനം ആദ്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തറച്ച സംഭവം ഇത്രയേ ഉള്ളൂ. സകല കാര്യങ്ങളെക്കുറിച്ചും എന്താണ്? ദൈവത്തിന് നന്ദി കരയറ്റുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. അല്ലാതെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സകല കാര്യങ്ങൾക്കും
ശരിക്കും പറഞ്ഞാൽ ആട്ടിടയന്മാർക്ക് പൂജരാജക്കന്മാർക്ക് കിട്ടി ഒരു ആനുകൂല്യം കിട്ടാഞ്ഞ പാവപ്പെട്ട കക്ഷികളാണിത്. പൂജരാജക്കന്മാർക്ക് അവർക്ക് നല്ല നക്ഷത്രമൊക്കെ തെളിച്ച് ദൈവം ആഘോഷമായിട്ടാണ് അവരെ കൊണ്ടുവന്നത്. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് അത് കിട്ടിയില്ല. പക്ഷെ മാലാഖ അവരെ കണ്ടു, അത് വേറെ സത്യമാണ്. അപ്പം മാലാഖ കണ്ടു എന്നുള്ള കാര്യം ഭയങ്കരമായ ഒരു ഇതാണ്. അപ്പം അതിൻ്റെ അകത്തുള്ള നന്മ എന്ന് പറയുന്നത് അതുൾപ്പെടെ ദൈവത്തിൻ്റെ വെളിപാട് എളിയവർക്ക് ആദ്യം ദൈവം വെളിപ്പെടുത്തിയ അതാണ് സകല കാര്യങ്ങളും ഉള്ളത്. പക്ഷേ ഈ പ്രാകൃതമായ മനുഷ്യരെ കണ്ടിട്ട് മിക്കവാറും ആരാണെന്ന് പോലും ചിലപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു ഔന്നത്യമോ അംഗീകാരമോ സംസാരമോ അവരുടെ സംസാരം അവരുടെ സ്വീകരണമോ സ്വാഗതമോ ഒന്നും കൊടുക്കാനുള്ള മാനസികാവസ്ഥയിലല്ല അമ്മ. അവരമ്മയാണല്ലോ കണ്ടത്. അപ്പോൾ അമ്മയെ ഈശോനെ അല്ല കണ്ടത്. അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻസ് ഇവർ വെൽക്കമിങ് അല്ല. ശരിക്കും പറഞ്ഞാൽ അവരൊരു പ്രാകൃതമായ അമ്മയ്ക്കാണെങ്കിൽ അതൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കാര്യം വെച്ചാൽ വളരെ സുന്ദരമായ രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. കാര്യം പ്രസവം കഴിഞ്ഞ് പെറ്റതറിയാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരല്ലേ ആ സമയത്ത് വരണത്. അവർ സമ്മാനങ്ങൾ കൊണ്ട് വരണതിന് പകരം ഒരു ബന്ധവുമില്ലാത്ത പരിചയമില്ലാത്ത കുറച്ച് പ്രാകൃത മനുഷ്യർ ഒന്ന് നോക്കി വെച്ച് പോകും. പക്ഷേ നോക്കി വെച്ച് പോകുമ്പോൾ അവർക്കും ഒരു റെസ്പോൺസ് കിട്ടുന്നില്ല, മറിയാതെ തിരിച്ച് റെസ്പോൺസ്. നമ്മുടെ ജീവിതം ഇങ്ങനെ ചില സമയത്ത് നിറം നഷ്ടപ്പെട്ട് കാണും. ജീവിതത്തിൽ നിറം നഷ്ടപ്പെട്ട് കാണും. കാരണം അമ്മയ്ക്കാണെങ്കിൽ ആ വരവ് കൊണ്ട് പ്രത്യേകിച്ച് നല്ല വണ്ണം വീട്ടിൽ താമസിച്ച് ഭംഗിയായിട്ട് ആൾക്കാരുടെ സ്നേഹവും ഔദാര്യവും പരിഗണനയും പരിചരണവും ഒക്കെ കിട്ടേണ്ട കാലത്ത് ഈ പ്രാകൃതമായ മനുഷ്യർ വന്ന് നോക്കി നിന്നില്ല, വരവ് ഒന്നും കിട്ടിയില്ല. അമ്മ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ആട്ടിടയന്മാർ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി ആട്ടിടയന്മാരെ കുറിച്ച് പറയണത് അവരോട് പറയപ്പെട്ട അവർ ദേ ആർ ഹാപ്പി വാട്ട് ദേ ഹാവ് ഫെൽറ്റ്. അവർക്ക് അവിടെ കിട്ടിയതിനെ കുറിച്ച് അവർ വളരെ ഹാപ്പിയാണ്. അവർ കണ്ടതുപോലെ പറഞ്ഞതുപോലെ കണ്ടല്ലോ പിള്ളക്കച്ചി പൊതിഞ്ഞ് പുറത്തൊട്ടി കിടന്നിരിക്കുന്ന ഇവരായിരിക്കും രാജാവെന്ന് അവിടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ദേ ആർ ഹാപ്പി. അപ്പോൾ സിറ്റുവേഷൻസ് മോശമാണ്. അവിടെ ഒരു രാജാവിൻ്റെതായിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും അവിടെ ഇല്ല. രാജകീയ ജന്മവുമല്ല. ഒരു ചേരി പ്രദേശത്ത് ആരോ ഒരു വലിയ സ്വാധീനവും വലിയ നിലയും ഇല്ലാത്ത ആൾക്കാർ പെറ്റുകിടക്കണ പോലെ വഴിയരികെ പെറ്റുകിടക്കുന്ന ഒരു അവസ്ഥ. ഞാൻ ആ പുൽത്തൊട്ടി പോയതാണ്. അതൊരു വഴിയരികയാണ് ശരിക്കും പറഞ്ഞാൽ. ആ ഗുഹ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ കൂടെ ഇവിടെ ഒരു വഴിയരിക ഉണ്ട് ഇവിടെ. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അത് കണ്ടിട്ട് ആട്ടിടയന്മാർക്ക് സന്തോഷമാണ് ഉണ്ടായത്. കാര്യം ആ സിറ്റുവേഷനെ കുറിച്ച് ദേ ആർ ലീസ്റ്റ് ബോദർ അബൌട്ട് ഇറ്റ്. ആ സാഹചര്യം കണ്ടാൽ നമുക്ക് വിശ്വസിക്കാൻ തോന്നത്തില്ല. പക്ഷെ സാഹചര്യമല്ല വിശ്വസിക്കേണ്ടത്, കർത്താവിൻ്റെ വചനമാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളതാണ് തങ്ങളോട് പറയപ്പെട്ടതുപോലെ കണ്ടത് കൊണ്ടാണ്. ആ സാഹചര്യമല്ല കർത്താവിൻ്റെ വചനമാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ള വലിയൊരു ഉൾക്കാഴ്ചയാണ് ദൈവം നമുക്ക് നൽകണത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകാം, നമ്മൾ നല്ലോണം വിശ്വസിക്കുന്നവരാകാം, പക്ഷേ അതിൻ്റെ ഒരു സെറ്റപ്പൊന്നും നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ല. ഭയങ്കരമാണ്. ഞാൻ കുറേ അനുഭവിച്ചുകൊണ്ട് പറയുന്നതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ദൈവത്തെ എല്ലാവരെക്കാളും ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ സെറ്റപ്പ് സിറ്റുവേഷൻസ് ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. നമ്മൾ പ്രാർത്ഥിക്കാത്ത മനുഷ്യരെ പോലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകണം. സ്റ്റിൽ വി ബിലീവ് ഇൻ ഇറ്റ്, വി വിൽ ട്രസ്റ്റ് ഇൻ ഇറ്റ്, സ്റ്റിൽ വി ഗെറ്റ് ത്രൂ ഇറ്റ്. അതിലൂടെ കടന്നു പോവുകയാണ്. എന്താ, ദൈവത്തിൻ്റെ വചനങ്ങൾ അനാലങ്കൃതമായ അടയാളങ്ങളില്ലാതിരിക്കുന്നൊരു കാലത്തും അടയാളങ്ങൾ കണ്ട് വിശ്വസിക്കുന്നവരുടെ അതേ ത്രസിപ്പോടു കൂടി ജീവിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. ആട്ടിടയന്മാരുടെ വിശ്വാസത്തിലേക്ക് നിങ്ങളെ ഒരു ദിവസം ഈ ക്രിസ്മസ് കാലം നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.